നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും തിരിച്ചടിയായത് എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരായ ഹർജിയിൽ വിധി പറയാതെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥലം മാറിയ നടപടി. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറിയതോടെ വിഷയം പുതിയ ബെഞ്ചിന് മുന്നിലേക്കെത്തി. ഇതാണ് അതിവേഗ കുറ്റപത്രത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചത്. SFIO അന്വേഷണത്തിനെതിരെ 2022 കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. എക്സാലോജിക് സൊല്യൂഷൻസ്, CMRL, സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവയ്ക്കെതിരായ അന്വേഷണം പൂർത്തിയായി. SFIO 2024 റിപ്പോർട്ട് സമർപ്പിച്ചു. ഡിസംബർ 23 ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയതായിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റത്തിന് സുപ്രീം കോടതി കൊളീജിയം നവംബറിലാണ് ശുപാർശ ചെയ്തത്. ഇതോടെയാണ് ഹർജിയിൽ പുതിയ ജഡ്ജി വീണ്ടും വാദം കേൾക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായത്. ഇത് അനുകൂലമാകുമെന്നും കേസ് നീളുമെന്നുമൊക്കെയായിരുന്നു പിണറായിയുടെയും മകളുടെയും പ്രതീക്ഷ. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പുതിയ ജഡ്ജി കേസിൽ സ്റ്റേ അനുവദിക്കാതെ തന്നെ നിർണായക ഘട്ടത്തിലേക്ക് മാറിയത്. എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിലെ SFIO അന്വേഷണത്തിനെതിരെയുള്ള ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും വാദം കേൾക്കും. ജസ്റ്റിസ് ഗിരീഷ് കഡ്വാലിയയുടെ ബെഞ്ചാണ് ജൂലൈയിൽ വീണ്ടും വാദം കേൾക്കുക. വാദം കേൾക്കൽ പൂർത്തിയാകുന്നതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് CMRL ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി ഇത് അംഗീകരിച്ചതേയില്ല. ഈ തീരുമാനമാണ് SFIOയ്ക്ക് നിർണായകമായത്. സ്റ്റേ നീങ്ങിയതോടെ തയ്യാറാക്കി വെച്ച കുറ്റപത്രം അതിവേഗം കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറി. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തീരുമാനവും അതിവേഗത്തിലാണ് വന്നത്. എന്നാൽ വാദം കേൾക്കും വരെ തുടർ നടപടികൾ തടഞ്ഞ തീരുമാനമുണ്ടായിരുന്നെങ്കിൽ അന്തിമ വിധിക്ക് വേണ്ടി SFIO കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. പിണറായി അടക്കം ഇത് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ കേസ് അനന്തമായി നീളുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ച പുതിയ ജഡ്ജി തീരുമാനമെടുത്തത്. ഏതായാലും മാസപ്പടി കേസിൽ വീണ വിജയനോടൊപ്പം പിണറായി വിജയനും പ്രതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഏതായാലും പിണറായി മകൾക്ക് വേണ്ടി ചെയ്തതെല്ലാം വിനയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായിയുടെ സ്വാധീനത്തിന് വേണ്ടി മാത്രമാണ് ഇത്രയും തുക CMRL നൽകിയതെന്ന് വ്യക്തമാവുകയാണ്. ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത കുരുക്കിലേക്കാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എത്തിച്ചേർന്നിട്ടുള്ളത്.